വെൽക്കം ടു ക്യൂബിറ്റ് അക്കാഡമി. അപ്പോൾ നമ്മൾ ലൂസൺ സീരീസാണ് നോക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഫെഡറൽ ആൻഡ് യൂണിറ്ററി ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഭാഗമാണ്. എന്താണ് ഫെഡറൽ അല്ലെങ്കിൽ ഈ യൂണിറ്ററി ഫീച്ചേഴ്സ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ക്ലാസ് റൂമിലേക്ക് കയറുന്നു എന്ന് വയ്ക്കുക. നിങ്ങൾ ലൈറ്റുകൾ ഓൺ ചെയ്യുന്നു, ഫാൻ ഓൺ ചെയ്യുന്നു, AC ടേൺ ഓൺ ചെയ്യുന്നു. ഈ അധികാരം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരിക്കലും മാറ്റാൻ കഴിയില്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇത് ഫെഡറൽ ഫീച്ചർ. അതായത് ഇത്രയേ ഉള്ളൂ, ഒരു രാജ്യത്ത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും എന്താണ് ഒരുപോലെ അധികാരം ഉണ്ടായിരിക്കും. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഏത് എന്ന് പറയുന്നത് USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നുള്ള രാജ്യം. ഫെഡറലിസത്തിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഏത്? അമേരിക്ക എന്ന് പറയുന്ന രാജ്യം. ക്ലിയർ? ഇനി എന്താണ് യൂണിറ്ററി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ സെയിം മാനർ നിങ്ങൾ ക്ലാസ്സിലേക്ക് വരുന്നു, AC ഓൺ ചെയ്യുന്നു, ലൈറ്റ് ഓൺ ചെയ്യുന്നു, ഫാൻ ഓൺ ചെയ്യുന്നു. ആ സമയത്ത് അവിടെ ഉയർന്ന ഹൈറാർക്കിയിലുള്ള വ്യക്തി പറയാണ്, നാളെ മുതൽ നിങ്ങളിത് ചെയ്യേണ്ട. ദിസ് ഈസ് ദ യൂണിറ്ററി. അതായത് ഏറ്റവും കൂടുതൽ അധികാരം ആരിലേക്ക് പോകും? യൂണിയൻ ഗവൺമെൻറ്റിലേക്ക് പോകും. ക്ലിയർ? അപ്പോൾ നമ്മൾ സംസാരിച്ച പോലെ തന്നെ ഫെഡറലിസത്തിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അമേരിക്കയാണ്. ആൻഡ് ഇന്ത്യയിൽ ഒരേ സമയം എന്താണ് നമുക്ക് ഫെഡറൽ ഫീച്ചേഴ്സും കാണാൻ പറ്റും, അതുപോലെ തന്നെ എന്താണ് യൂണിറ്ററി ഫീച്ചേഴ്സും കാണാൻ പറ്റും. ഇന്ത്യ എന്നുള്ള രാജ്യത്ത് ഒരേ സമയം നമുക്ക് എന്താണ് ഫെഡറൽ ഫീച്ചേഴ്സും കാണാൻ പറ്റും, ഒരേ സമയം എന്ത് ചെയ്യാൻ പറ്റും? യൂണിറ്ററി ഫീച്ചേഴ്സും കാണാൻ പറ്റും. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്ത്യയിലെ ഫെഡറൽ ഫീച്ചേഴ്സ്. ഒന്ന്, ഗവൺമെൻറ് അറ്റ് 2 ലെവൽസ്. നമുക്കറിയാം പ്രധാനമായിട്ടും ഇന്ത്യയിൽ 3 ഗവൺമെൻറ് ഉണ്ട് അല്ലേ? സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്, ലോക്കൽ ഗവൺമെൻറ് ഉണ്ട്. ഇനി നിയമനിർമ്മാണം 2 ഗവൺമെൻറ്റിലാണ് നടക്കുക. ഒന്ന് സെൻട്രൽ ഗവൺമെൻറ്റും ഒന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റും. അതായത് സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്ത് ചെയ്യാം? സെൻട്രൽ ഗവൺമെൻറ് നിയമനിർമ്മാണം നടത്താം. ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആർക്ക് നിയമനിർമ്മാണം നടത്താം? സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റും? നിയമനിർമ്മാണം നടത്താൻ സാധിക്കും എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഇത് ഡിവിഷൻ ഓഫ് പവേഴ്സ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 7ാമത്തെ ഷെഡ്യൂൾ പ്രകാരം, 7th ഷെഡ്യൂൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമ്മൾ പ്രധാനമായിട്ടും അധികാരങ്ങളെ 3ആയി തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. അപ്പോൾ അധികാരങ്ങളെ നമ്മൾ എത്രയായി തരംതിരിക്കുന്നു എന്ന് ചോദിച്ചെങ്കിൽ എത്രയായി തരംതിരിക്കുന്നു? 3ആയി തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട്. ഇനി എന്താണ് ഈ യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ്? പാർലമെൻറ്റിന് അധികാരമുണ്ടാക്കാനും അല്ലേ? അതായത് പാർലമെൻറ്റ് നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരമുള്ള മേഖലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിയൻ ലിസ്റ്റ്. ഫോർ എക്സാമ്പിൾ RB. ഇനി സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരമുള്ള മേഖലയെ വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ് ലിസ്റ്റ്. ലൈക്ക് കേരള പോലീസ് അല്ലേ? കേരളത്തിന് നിയമങ്ങൾ നിർമ്മിക്കാം. അതുപോലെ ഓരോ സംസ്ഥാനത്തിനും എന്ത് ചെയ്യാം? അവരുടേതായിട്ട് നിയമങ്ങൾ നിർമ്മിക്കാം. ആൻഡ് പിന്നെ വരുന്നതാണ് ഇത് കൺകറൻറ്റ് ലിസ്റ്റ്. അതായത് ഈ പാർലമെൻറ്റിനും സ്റ്റേറ്റിനും ഒരുപോലെ നിയമം നിർമ്മിക്കാനുള്ള അധികാരമുള്ള മേഖല, ലൈക്ക് മാരേജ് ആൻഡ് ഡൈവോഴ്സ്. ലൈക്ക് മാരേജ് ആൻഡ് ഡൈവോഴ്സ്. അങ്ങനെ 3 ലിസ്റ്റുകളുണ്ട്. ഇനി ഈ 3 ലിസ്റ്റിലും പെടാത്തൊരു അധികാരമുണ്ട്, അതാണ് റെസിഡ്യൂറി പവേഴ്സ്. അതിൽ നിയമം നിർമ്മിക്കുന്ന ആരായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിയൻ ഗവൺമെൻറ് ആയിരിക്കും, അഥവാ പാർലമെൻ്റ് ആയിരിക്കും. എങ്കിലും അധികാരങ്ങളെ നമ്മൾ 3ആയി തരംതിരിച്ചിരിക്കുന്നു: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. ഇനി സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ കാര്യത്തിൽ എപ്പോഴും സ്റ്റേറ്റ് ആണോ നിയമം നിർമ്മിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടുമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു നാഷണൽ എമർജൻസി ഒക്കെ വരുന്ന സമയത്ത്, ഒരു നാഷണൽ എമർജൻസി ഒക്കെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിയമങ്ങൾ നിർമ്മിക്കുന്ന ആരായിരിക്കും? ആ സമയത്ത് ഇന്ത്യൻ പാർലമെൻ്റ് ആയിരിക്കും. കാരണം ആ സമയത്ത് ആരുണ്ടാവില്ല? സ്റ്റേറ്റ് ഗവൺമെൻറ് ഇല്ല എന്നുള്ളത് കൊണ്ട്. അപ്പോൾ അധികാരങ്ങളെ നമ്മൾ 3ആയി തരംതിരിക്കുന്നു. ഏതൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട്. ഇനി ഈ 3 പെടാത്ത ഏതെങ്കിലും വരികയാണ്, ഫോർ എക്സാമ്പിൾ ലൈക്ക് സൈബർ ലോ, അതിൽ നിയമം നിർമ്മിക്കുന്ന ആരെന്നായിരിക്കും? പാർലമെൻ്റ് ആയിരിക്കും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് റെസിഡ്യൂറി പവേഴ്സ് എന്നുള്ള പേരിൽ വിളിക്കുന്നത്. ക്ലിയർ? ഇനി 3ാമത്തെയാണ് എന്ത്? സുപ്രീമസി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് എന്ന് വിളിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഹൗ? ഫോർ എക്സാമ്പിൾ,
ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏതൊരു നിയമത്തിലും പാർലമെൻറ്റിന് വ്യത്യാസം വരുത്താൻ അവകാശമുണ്ട്? യെസ്, അബ്സല്യൂട്ട്ലി യെസ്. പക്ഷേ അവർക്കൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ്? ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് ബേസിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു റൂം വാടകയ്ക്ക് എടുക്കുന്നു എന്ന് വയ്ക്കുക. ഇതിലെ ലൈറ്റ്സുകൾ നിങ്ങൾക്ക് മാറ്റാം, ഫാൻ മാറ്റി നിങ്ങൾക്ക് AC ആക്കാം. യു ക്യാൻ ഡു എനിത്തിങ്. പെയിൻറ്റിൻ്റെ കളർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം, യു ക്യാൻ ഡു. പക്ഷേ ഇതിൻ്റെ ഫൗണ്ടേഷൻ മാറ്റാൻ നിങ്ങൾക്ക് എന്തില്ല? അവകാശമില്ല. കാരണം ഫൗണ്ടേഷൻ മാറ്റിയിട്ട് നിങ്ങളിവിടെ ഒരു പുതിയ റൂം സ്ഥാപിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ റൂമിൻ്റെ എൻറ്റയർ ബേസിക് സ്ട്രക്ചർ മാറിപ്പോവും. അത് പഴയ റൂമല്ല, പിന്നീട് പുതിയ റൂമാണ്. ദ സെയിം മാനർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തുണ്ട്? ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ട്. വാട്ട് യു മീൻ ബൈ ദ ബേസിക് സ്ട്രക്ചർ? ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഗോൾസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, nature of Indian constitution, supremacy of the constitution, separation of executive from judiciary, etc. 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 എന്ത് കേശവാനന്ദ ഭാരതി കേസിലാണ് എന്ത് ചെയ്യുന്നത്? സുപ്രീം കോടതി ഇത് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം കേശവാനന്ദ ഭാരതി കേസ് റൈറ്റ് ടു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട കേസാണ്. കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1973 April 24 സുപ്രീം കോടതി പറയുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നത് ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ട്. റൂൾ ഓഫ് ലോ ആണ്. എന്താണ് റൂൾ ഓഫ് ലോ? റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യം ഭരിക്കുന്നത് നിയമമാണ്. അൾട്ടിമേറ്റ് എന്ന് വിളിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണിത് സുപ്രീമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ഈ സുപ്രീമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഏതിൻ്റെ ഭാഗമാണ്? നമ്മുടെ ഫെഡറൽ ഫീച്ചേഴ്സിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് പോയിൻ്റ് ആണ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. എന്താണ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി? ഇന്ത്യയുടെ ജുഡീഷ്യറി എന്ന് പറയുന്നത് ഒരേ സമയം ഇൻഡിപെൻഡൻറ്റുമാണ്, ഒരേ സമയം ഇൻ്റഗ്രേറ്റഡുമാണ്. വാട്ട് യു മീൻ ബൈ ഇൻഡിപെൻഡൻറ്റ്? ഹു അപ്പോയിൻറ്റ്സ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ചീഫ് ജസ്റ്റിസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന പ്രസിഡൻ്റാണ്. പ്രസിഡന്റ് എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമാണ്. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ പൊളിറ്റീഷ്യൻസ് ആണ്. യെസ്. പക്ഷേ എങ്ങനെയാണ് സുപ്രീം കോടതി ഇൻഡിപെൻഡൻ്റായി മാറുന്നത്? ആരെ അപ്പോയിൻറ്റ് ചെയ്യണമെന്ന് പ്രസിഡൻറ്റിന് റെക്കമെൻഡേഷൻ കൊടുക്കുന്ന ആരാണ്? ദ സെയിം സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ദ കൊളീജിയം സിസ്റ്റം സുപ്രീം കോർട്ടിനെ എന്താക്കി മാറ്റുന്നു? ഇൻഡിപെൻഡൻ്റ് ആക്കി മാറ്റുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെതിരായിട്ട് ഒരു നിയമം പാർലമെൻറ്റ് പാസ്സാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ നിയമത്തെ വേണ്ട എന്ന് വെക്കാനുള്ള അനുവാദം ഇന്ത്യയുടെ സുപ്രീം കോടതിക്കുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഇൻഡിപെൻഡൻസ്. ആർട്ടിക്കിൾ 19 Clause 1 Clause A ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ്. ഒരു വ്യക്തിക്ക് അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. പക്ഷേ മോശമായ രീതിയിൽ സുപ്രീം കോടതിയെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അവകാശം ഒരു വ്യക്തിക്കുമില്ല. ദാറ്റ് ഈസ് ദ ഇൻഡിപെൻഡൻസ്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ മറ്റ് ജഡ്ജസ് എഫിഷ്യൻസി കുറവുള്ളവരാണ്, കപ്പാസിറ്റി കുറവുള്ളവരാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പാർലമെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? പുറത്താക്കാൻ പറ്റും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഇൻഡിപെൻഡൻസ്. പാർലമെൻറ്റിന് സുപ്രീം കോടതിൻ്റെ അധികാരങ്ങൾ കൂട്ടാൻ മാത്രമേ സാധിക്കുകയുള്ളൂ, കുറയ്ക്കാൻ സാധിക്കില്ല. കുറയ്ക്കണമെങ്കിൽ ആര് വിചാരിക്കണം? ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഇൻഡിപെൻഡൻസ്. ഇതിനൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഇന്ത്യയുടെ സുപ്രീം കോടതി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് വെച്ചെങ്കിൽ യെസ്, അബ്സല്യൂട്ട്ലി യെസ്. ഇന്ത്യയുടെ സുപ്രീം കോർട്ട് എന്ന് വിളിക്കുന്നത് എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്. അതേസമയം എന്താണ്? ഇൻ്റഗ്രേറ്റഡുമാണ്. എന്താണ് ഇൻ്റഗ്രേറ്റഡ്? പരസ്പരം ബന്ധിതമാണ്. എന്താണ് പരസ്പരം ബന്ധിതമാണ് എന്ന് പറയുന്നത്? ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു കേസുമായി ഡിസ്ട്രിക്ട് കോർട്ടിലേക്ക് പോകുന്നു എന്ന് വയ്ക്കുക. അവിടെ നിന്നും നിങ്ങൾക്ക് നീതി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈക്കോർട്ടിലേക്ക് പോവാം. ഹൈക്കോർട്ടിൽ നിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോവാം. ദിസ് ഈസ് ദ ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ. ക്ലിയർ? അപ്പോൾ ഒരേ സമയം സുപ്രീം കോടതി എന്ന് വിളിക്കുന്നത് എന്താണ്? ഇൻഡിപെൻഡൻറ്റുമാണ്. ഒരേ സമയം എന്താണ്? ഇൻ്റഗ്രേറ്റഡുമാണ്. ക്ലിയർ? നമുക്കറിയാം ഇന്ത്യയിലെ കോടതികളെ പ്രധാനമായിട്ടും 3 രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ലോവർ കോർട്ടുകളും ഡിസ്ട്രിക്ട് കോർട്ടുകളും എന്താണ്? ഏറ്റവും ബോട്ടം ലെവലിലും, അതിൻ്റെ മുകളിൽ എന്താണ്? ഹൈക്കോടതികളും, ആൻഡ് അതിൻ്റെ മുകളിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടാണ് ആര് വരുന്നത്? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയും വരുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ബാക്കി എല്ലാ കോടതികളും എന്താണ്? സുപ്രീം കോർട്ടിൻ്റെ സബോർഡിനേറ്റ്സ് ആണ്. ഇതാണ് പ്രധാനമായിട്ടും ആരുടെ ഫെഡറൽ ഫീച്ചേഴ്സ് എന്ന് വിളിക്കുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫെഡറൽ ഫീച്ചേഴ്സ്. ഇനി ഇത് മാത്രമാണോ ഫെഡറൽ ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് അല്ലേ, എഴുതി വയ്ക്കപ്പെട്ട ഭരണഘടനയാണ്. ഇതെന്താണ്? ഒരു ഫെഡറൽ ഫീച്ചറാണ്. ഇതെന്താണ്? ഒരു ഫെഡറൽ ഫീച്ചറാണ്. ബൈക്യാമറലിസം, 2 സഭകളുള്ള പാർലമെൻ്റ് ഉണ്ട്. ഇതിനെയും വേണമെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഫെഡറൽ ഫീച്ചർ എന്ന് എന്ത് ചെയ്യാൻ പറ്റും?
വിളിക്കാൻ പറ്റും. ക്ലിയർ? ഇതൊക്കെ ഏതിൻ്റെ ഭാഗമാണ്? ഫെഡറലിസത്തിൻ്റെ ഭാഗമാണ്. ഇനി നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ഫെഡറലിസം ഉള്ള പോലെ തന്നെ എന്തും കൂടിയുണ്ട്, യൂണിറ്ററി ഫീച്ചേഴ്സും ഉണ്ട്. ഫെഡറലിസം ഉള്ള പോലെ തന്നെ എന്തുണ്ട്, യൂണിറ്ററി ഫീച്ചേഴ്സും ഉണ്ട്. അതിലാദ്യത്തേതാണ് ഇത് സിംഗിൾ സിറ്റിസൺഷിപ്പ്, അതായത് ഏക പൗരത്വം. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഫെഡറലിസത്തിന് ഏറ്റവും നല്ല പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഇത് USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഞാൻ അമേരിക്കയിലെ വാഷിംഗ്ടൺ DC എന്നുള്ളൊരു സ്റ്റേറ്റിലാണ് ഞാൻ ജനിക്കുന്നതെങ്കിൽ എനിക്ക് 2 പൗരത്വം കിട്ടും. ഒന്ന് ദ സിറ്റിസൺ ഓഫ് USA, 2 സിറ്റിസൺ ഓഫ് വാഷിംഗ്ടൺ DC. പക്ഷേ ഇന്ത്യയിൽ ഒരൊറ്റ പൗരത്വമേ കിട്ടൂ, സിറ്റിസൺ ഓഫ് ഇന്ത്യ. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സിംഗിൾ സിറ്റിസൺഷിപ്പ്. എന്നാണ് പറയുന്നത് ഇൻ ഇന്ത്യ ഓൺലി സിംഗിൾ സിറ്റിസൺഷിപ്പ് അവൈലബിൾ ടു സിറ്റിസൺ, ദേ കനോട്ട് നോട്ട് ബി സിറ്റിസൺ ഓഫ് ദ സ്റ്റേറ്റ് ആസ് വെൽ. അതായത് എന്താണ്, അമേരിക്കയിലെ പോലെ തന്നെ സ്റ്റേറ്റിൽ നമ്മൾ എന്ത് കൊടുക്കാറില്ല, പൗരത്വം കൊടുക്കാറില്ല. ആൻഡ് ദിസ് ഹെൽപ്സ് ഇൻ ദ ഇൻക്രീസിങ് ദ ഫീലിംഗ് ഓഫ് ദ നാഷണാലിറ്റി ആസ് ഫോർഗീവ്സ് യൂണിറ്റി amidst regional and cultural differences. It also arguments fundamental rights such as the freedom of movement, residence in any part of the nation. അതായത് ഇന്ത്യയിൽ ഒരു പൗരത്വമാണ്, അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മളെല്ലാ കൾച്ചറിനെയും ഒരുപോലെ അംഗീകരിക്കുന്നു. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ നമുക്ക് അവകാശമുണ്ടല്ലേ, ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് D. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സെറ്റിൽ ചെയ്യാൻ നമുക്ക് അവകാശമുണ്ടല്ലേ, ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് E. ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്, ഫെർട്ടേണിറ്റി, സാഹോദര്യം. ഇന്ത്യയിലെ എല്ലാവരും എന്താണ്, സഹോദരന്മാരാണ് എന്നുള്ള കൺസെപ്റ്റാണത്. ക്ലിയർ? അപ്പോൾ ആ ഒരു ആശയം ആര് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആശയം കൂടി ആര് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് മുന്നോട്ട് വയ്ക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അടുത്ത യൂണിറ്ററി ഫീച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, മോർ പവർ വെസ്റ്റ് വിത്ത് ദ സെൻറ്റർ. അതായത് ഏറ്റവും കൂടുതൽ അധികാരങ്ങളിൽ എന്താണ്, സെൻട്രൽ ഗവൺമെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, അതിൽ നമുക്കറിയാം യൂണിയൻ ലിസ്റ്റിൽ എല്ലാ കാര്യങ്ങളും നിയമങ്ങളും നിർമ്മിക്കുന്നത് ഇന്ത്യൻ പാർലമെൻറ്റാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ എന്താണ്, സംസ്ഥാനങ്ങളാണ്. കൺകറൻറ്റ് ലിസ്റ്റിൽ എന്താണ്, പാർലമെൻറ്റും സംസ്ഥാനങ്ങളും ചേർന്നാണ്. പിന്നൊന്നുണ്ട് റെസിജ്വറി പവേഴ്സ്, അതായത് ഈ 3 ലിസ്റ്റിലും പറയാത്ത കാര്യങ്ങളാണ്, അതിൽ നിയമങ്ങൾ നിർമ്മിക്കുന്ന ആരാണ്, പാർലമെൻറ്റാണ്. പക്ഷേ നമ്മൾ സ്റ്റേറ്റ് ലിസ്റ്റിന് ഒരു കണ്ടീഷൻ പറഞ്ഞിരുന്നു. എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ കണ്ടീഷൻ? ഓൺലി അണ്ടർ ദ നോർമൽ സർക്കംസ്റ്റാൻസസ്. വാട്ട് യു മീൻ ബൈ ദ നോർമൽ സർക്കംസ്റ്റാൻസസ്? ഇറ്റ്സ് വെരി സിമ്പിൾ. ഫോർ എക്സാമ്പിൾ നാഷണൽ എമർജൻസി അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി ഒക്കെ നടക്കുകയാണെന്ന് വയ്ക്കും. ഒരു സംസ്ഥാനത്ത് എന്താണ് പ്രസിഡന്റ് റൂൾ അഥവാ സ്റ്റേറ്റ് എമർജൻസി റണ്ണിങ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നാഷണൽ എമർജൻസി റണ്ണിങ് ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് സ്റ്റേറ്റ് ലിസ്റ്റിലും നിയമങ്ങൾ ഉണ്ടാക്കുന്ന ആര് തന്നെയായിരിക്കും, ഇന്ത്യൻ പാർലമെൻറ്റ് തന്നെയായിരിക്കുന്നതാണ്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് അധികാരം മൊത്തം ആരിലേക്ക് പോകുന്നുണ്ട്, യൂണിയൻ ലിസ്റ്റിലേക്ക് പോകുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഉദാഹരണമായിട്ട് സ്റ്റേറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുണ്ട് സ്റ്റേറ്റിൽ. ഓൾ ഇന്ത്യ സർവീസിൽ വരുന്ന IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, IPS, ഇന്ത്യൻ പോലീസ് സർവീസ്, IFOS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. ആരാണ് റിക്രൂട്ട് ചെയ്യുന്നത്, സെൻട്രൽ ഗവൺമെൻറ്. ആരാണ് ട്രെയിനിങ് കൊടുക്കുന്നത്, സെൻട്രൽ ഗവൺമെൻറ്. അപ്പോയിൻറ്റ് ചെയ്യുന്നവരെയാണ് സ്റ്റേറ്റ്സ്. ക്ലിയർ? അതായത് പല കാര്യങ്ങളിലും നമുക്ക് കാണാൻ പറ്റും എന്താണ്, സെൻട്രൽ ഗവൺമെൻറ് എന്ത് കൂടുതലാണ് എന്നുള്ളതാണ്, അധികാരം കൂടുതലാണ്. ഓക്കെ, പല കാര്യങ്ങളിലും നമ്മൾ വെച്ച് നോക്കുമ്പോൾ സ്റ്റേറ്റിനേക്കാൾ കൂടുതൽ അധികാരം ആർക്കുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ട് എന്നുള്ളതും എന്താണ്, നമ്മുടെ ഒരു യൂണിറ്ററി ഫീച്ചറാണ് എന്നുള്ളതാണ്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് വൺ എമർജൻസി പവേഴ്സ്. അതായത് എന്ത് ചെയ്യാൻ പറ്റും, 3 രീതിയിൽ ഇന്ത്യയിൽ എമർജൻസി ചുമത്താൻ പറ്റും അല്ലേ. ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 352 പ്രകാരം പ്രസിഡന്റ് എന്ത് ചുമത്താൻ പറ്റും, നാഷണൽ എമർജൻസി അല്ലേ, നാഷണൽ എമർജൻസി. അതുപോലെ തന്നെ എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 356 ആൻഡ് 365 പ്രകാരം എന്ത് ചുമത്താൻ പറ്റും, പ്രസിഡന്റ് റൂൾ. അതായത് ഒരു സംസ്ഥാനം എന്താണ്, പ്രസിഡന്റ് നേരിട്ട് ഭരിക്കുന്ന അവസ്ഥ അഥവാ സ്റ്റേറ്റ് എമർജൻസി. ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 360 പ്രകാരം ഫൈനാൻഷ്യൽ എമർജൻസി. ഫൈനാൻഷ്യൽ എമർജൻസി നമുക്കറിയാം ഇന്ത്യയിൽ ഫൈനാൻഷ്യൽ എമർജൻസി വന്നിട്ടില്ല, പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ട്, ബാക്കി 2 വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ എമർജൻസീസ് വരികയാണെന്നുണ്ടെങ്കിൽ അധികാരം മൊത്തം എന്ത് ചെയ്യും, എങ്ങോട്ട് പോകും, സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് പോകും അല്ലെ, യൂണിയൻ ഗവൺമെൻറ്റിലേക്ക്. അപ്പോൾ എമർജൻസി വരികയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും,
അധികാരം മൊത്തം എങ്ങോട്ട് പോകുന്നു? യൂണിറ്ററി ഗവൺമെൻറ്റായി മാറുന്നു ഇന്ത്യ. അതായത് എന്ത് ചെയ്യുന്നു? യൂണിയനിലേക്ക് പോകുന്നു എന്നുള്ളതും എന്താണ്? നമ്മളെന്താണ്? ഒരു യൂണിറ്ററി ഫീച്ചറാണ് എന്നുള്ളതാണ്. ക്ലിയർ? ആൻഡ് പിന്നെ വരുന്ന എന്താണ്? അൺഈക്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ദി രാജ്യസഭ. അതായത് നമ്മൾ പറഞ്ഞു ഫെഡറലിസത്തിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ഏതാണ്? USA. USA-ൽ 2 ഹൗസുകളാണ്. US കോൺഗ്രസ് എന്നാണ് US പാർലമെൻറ്റിനെ വിളിക്കുക. അതിൽ 2 ഹൗസുകളാണുള്ളത്. അതിൽ സംസ്ഥാനങ്ങളെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഹൗസാണ് സെനറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അമേരിക്കയിൽ സംസ്ഥാനങ്ങളെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഹൗസാണ് ഇത് സെനറ്റ് എന്ന് വിളിക്കുന്നത്. അമേരിക്കയിൽ 50 സംസ്ഥാനങ്ങളാണുള്ളത്. 50 സംസ്ഥാനങ്ങളിൽ നിന്നും 2 പേര് വെച്ച് സെനറ്റിലേക്ക് ആകെ വരുന്നത് 100 പേരാണ്. ഓക്കെ, ക്ലിയർ? അതായത് ഓരോ സംസ്ഥാനത്തു നിന്നും കൃത്യം 2 പേര്, കൃത്യമായിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ്. അതായത് ഒരാളെ എന്ത് ചെയ്യുന്നു? സംസ്ഥാനത്ത് നിന്ന് എന്ത് ചെയ്യുന്നു? 2 പേര് വരുന്നു. അതായത് ഒരു സംസ്ഥാനത്തിനും അധികം അധികാരമില്ല, കൂടുതലുമില്ല കുറവുമില്ല. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. രാജ്യസഭയിൽ എന്താണ്? അൺഈക്വൽ റെപ്രസെൻറ്റേഷനാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ രാജ്യസഭയിലേക്ക് ആളുകളെ വിടുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പോപ്പുലേഷൻ ബേസിലാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? രാജ്യസഭയിലേക്ക് ആളുകളെ വിടുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? പോപ്പുലേഷൻ ബേസിലാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉത്തർപ്രദേശിൽ നിന്ന് എന്താണ് 31 പേരാണ് എങ്ങോട്ട് പോകുന്നത്? രാജ്യസഭയിലേക്ക് എന്താണ് പോകുന്നത്. അതേസമയം എന്താണ് ഗോവയിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുള്ളൂ? ഒരാളെ പോകുന്നു എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ അൺഈക്വൽ റെപ്രസെൻറ്റേഷനാണ്. ഇപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് 9 പേരാണ് പോകുന്നത്. അപ്പോൾ അൺഈക്വൽ റെപ്രസെൻറ്റേഷനാണ്. ഇതിനെയാണ് നമ്മുടെ ചീഫ് ജസ്റ്റിസായ DY ചന്ദ്രചൂഡ് വിശേഷിപ്പിച്ചത് അസിമെട്രിക് ഫെഡറലിസം. എന്താണ്? അസിമെട്രിക് ഫെഡറലിസം. എന്താണ് ഈ അസിമെട്രിക് ഫെഡറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫെഡറലിസം തന്നെയാണ്, പക്ഷേ ഓരോ സ്റ്റേറ്റിനും എന്താണ്? അധികാരങ്ങളിൽ വ്യത്യാസമുണ്ടായിരിക്കും. ആ അധികാരങ്ങളിലെ വ്യത്യാസത്തെ വിളിക്കുന്ന പേരാണ് ഇത് അസിമെട്രിക് ഫെഡറലിസം. ഇതൊരു യൂണിറ്ററി ഫീച്ചർ തന്നെയാണ്. എന്താണ്? അൺഈക്വൽ റെപ്രസെൻറ്റേഷൻ സ്റ്റേറ്റ്സ് ഇൻ ദി രാജ്യസഭ. അതും എന്താണ്? ഇന്ത്യയുടെ യൂണിറ്ററി ഫീച്ചേഴ്സാണ്. ആൻഡ് ഗവർണേഴ്സ് അപ്പോയിൻമെൻറ്റ് എന്താണ്? The government of state act as the central representative in the state. The state government does not appoint the governor, the center does എന്നുള്ള. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഏത് നിയമം സ്റ്റേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാലും അതിൽ ഒപ്പിടാൻ ആരാവശ്യമാണ്? ഗവർണർ ആവശ്യമാണ്. ഇനി ഈ ഗവർണറെ ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ഹു അപ്പോയിൻറ്റ് ദ ഗവർണർ? ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അധികാരം നേരെ എങ്ങോട്ട് പോയി? പ്രസിഡന്റിലേക്ക് പോയി. ഇപ്പം നമ്മൾ ആലോചിച്ചാൽ മതി, സുപ്രീം കോർട്ടിൽ ആരാണ് ജഡ്ജിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഹൈക്കോർട്ടിൽ ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഒരു ഹൈക്കോർട്ടിൽ നിന്ന് മറ്റൊരു ഹൈക്കോർട്ടിലേക്ക് ജഡ്ജസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആരാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഡിസ്ട്രിക്ട് കോർട്ടിലേക്ക് ആരാണ് അപ്പോയിൻമെൻറ്റ് നടത്തുന്നത്? ഗവർണർ. ഗവർണറെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്? പ്രസിഡന്റ്. അതായത് അധികാരങ്ങൾ മൊത്തം എങ്ങോട്ട് പോകുന്നുണ്ട്? ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? യൂണിയൻ ഗവൺമെൻറ്റിലേക്ക് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് പോകുന്നുണ്ട്. ഇതും എന്താണ്? ഇന്ത്യ എന്നുള്ള രാജ്യത്തിൻ്റെ എന്താണ്? ഒരു യൂണിറ്ററി ഫീച്ചേഴ്സാണ്. അതായത് കൂടുതലും ആർക്ക് പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണാൻ പറ്റും? പലപ്പോഴും സെൻട്രൽ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ എന്താണ്? സെൻട്രൽ ഗവൺമെൻറ്റിന് എന്താണ്? അധികാരം കൂടുതലാണ്. ഗവർണർമാരെ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? ഓൾ ഇന്ത്യ സർവീസുകാരെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ ജുഡീഷ്യറി എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്. പക്ഷെ അതിൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ത്യൻ ജുഡീഷ്യറി ഇൻ്റഗ്രേറ്റഡ് ആണ്. ഇൻ്റഗ്രേറ്റഡ് ആണ് എന്ന് പറയുന്നത് ശരിക്കും ഒരു യൂണിറ്ററി ഫീച്ചറാണ്. എന്താണ് പറയുന്നത്? ദ ജുഡീഷ്യറി ഇൻ ഇന്ത്യ ഈസ് ഇൻ്റഗ്രേറ്റഡ്. ദർ ഈസ് നോ സെപ്പറേറ്റ് ജുഡീഷ്യറി അറ്റ് ദ സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ് ലെവൽസ്. അതായത് ഇപ്പോൾ അമേരിക്കയിൽ പോവുകയാണെങ്കിൽ സ്റ്റേറ്റ് കോർട്ട് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് ഫെഡറൽ കോർട്ടിലേക്ക് പോകാൻ പറ്റില്ല, കഴിഞ്ഞു. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഹൈക്കോടതി കഴിഞ്ഞാൽ നേരെ എങ്ങോട്ട് പോകാം? സുപ്രീം കോടതിയിലേക്ക് പോകാം. അതായത് സെൻട്രലിൻ്റെ കോടതികളും സ്റ്റേറ്റിൻ്റെ കോടതികളും തമ്മിൽ എന്തില്ല? യാതൊരു തരത്തിലും എന്തില്ല? ഡിഫറൻസ് ഇല്ല. നിങ്ങൾക്ക് ഏറ്റവും അവസാനം ഏതുവരെ എത്താമെന്നുള്ളതാണ്? സുപ്രീം കോടതി വരെ എന്ത് ചെയ്യാൻ പറ്റും? എത്താൻ സാധിക്കും. അതിനെ നമ്മൾ വിളിച്ച പേരാണ് ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറി. അത് നമ്മൾ ഫെഡറൽ ഫീച്ചേഴ്സ് എടുക്കുമ്പോൾ ഇൻഡിപെൻഡൻസിൻ്റെ കൂടെ പറഞ്ഞിരുന്നു. ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി ഫെഡറലിസത്തിൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്ന് പറയുന്ന ഏതിൻ്റെ ഭാഗമാണ്? ഒരു യൂണിറ്ററി ഫീച്ചറിൻ്റെ എന്താണ്? ഭാഗമാണ് എന്നുള്ളതാണ്. ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ഓഡിറ്റ് മിഷനറി അതായത് എന്താണ്? ദ പ്രസിഡന്റ് ഓഫ് ദ കൺട്രി അപ്പോയിൻറ്റ്സ് ദ CAG ഹു ഓഡിറ്റ് ദ അക്കൗണ്ട് ഓഫ് ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. അതായത് നമുക്കറിയാം പ്രധാനമായിട്ടും സെൻട്രൽ ഗവൺമെൻറ്റിന് 3 ഫണ്ടുകളുണ്ട്. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, കണ്ടിൻജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ, പബ്ലിക് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ. ഇതിൻ്റെ 3ൻ്റെയും ഓഡിറ്റിംഗ് നോക്കുന്ന ആരാണ്? CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. സ്റ്റേറ്റിനും ഇതുപോലെ ഫണ്ടുണ്ട്. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ്,
കണ്ടിൻജൻസി ഫണ്ട് ഓഫ് സ്റ്റേറ്റ്, പബ്ലിക് അക്കൗണ്ട്സ് ഓഫ് സ്റ്റേറ്റ്. ഇതിൻ്റെയും ഓഡിറ്റിംഗ് നോക്കുന്ന ആരാണ്? ദ സെയിം CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അതായത് ഓഡിറ്റിംഗ് മിഷനറിയും എന്താണ്? ഇൻ്റഗ്രേറ്റഡ് ആണ്. ഇതും കൂടുതൽ ആർക്ക് അധികാരം കൊടുക്കുന്നുണ്ട്? സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക്. അപ്പോൾ ഈ കാര്യവും കൂടുതൽ ആർക്ക് അധികാരം കൊടുക്കുന്നുണ്ട്? സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അധികാരം കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ആൻഡ് പിന്നെ വരുന്നതാണ് എന്താണ്? പവർ ടു റിമൂവ് കീ ഒഫീഷ്യൽസ്. എന്താണ്? The state government or the state legislature does not have the authority to remove certain key government officials given at the state level, like the election commissioner of the state, judges of the high court, or chairman of the state public service commission. അതായത് പ്രധാനപ്പെട്ട ഓഫീസുകളായി വരുന്ന ഇലക്ഷൻ കമ്മീഷണർ, അതുപോലെ തന്നെ എന്താണ് ജഡ്ജസ് ഓഫ് ദ ഹൈക്കോർട്ട്, അതുപോലെ തന്നെ ചെയർമാൻ ഓഫ് ദ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ഇവരെയൊന്നും റിമൂവ് ചെയ്യാനുള്ള അധികാരം ആർക്കില്ല? സ്റ്റേറ്റിനില്ല. ഇതും ഇൻഡയറക്റ്റ്ലി ആരിലേക്ക് പോകുന്നുണ്ട്? യൂണിയനിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അധികാരം നേരിട്ടായി ആരിലേക്കാണ് പോകുന്നത്? സെൻട്രൽ ഗവൺമെൻറ്റിലേക്കാണ് പോകുന്നത്. അതാണ് പറഞ്ഞത് ഒരേ സമയം ഇന്ത്യ എന്നുള്ള രാജ്യത്തിന് എന്തുണ്ട്? ഫെഡറൽ ഫീച്ചേഴ്സും ഉണ്ട്, ഒരേ സമയം എന്തുണ്ട്? യൂണിറ്ററി ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ പവർ ടു റിമൂവ് കീ ഒഫീഷ്യൽസ് എന്നുള്ളതും എന്താണ്? ഇന്ത്യയുടെ എന്താണ്? ഒരു യൂണിറ്ററി ഫീച്ചറാണ് എന്നുള്ളതാണ്. ക്ലിയർ? അതും എന്താണ്? ഇന്ത്യയുടെ ഒരു യൂണിറ്ററി ഫീച്ചറാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ് ഫെഡറലിസം, എന്താണ് യൂണിറ്ററി ഫീച്ചർ എന്നുള്ളതാണ്. ഫെഡറലിസം എന്താണ്? സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒരേപോലെ അധികാരമുള്ള മേഖലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത്? ഫെഡറൽ കൺട്രി. ഓക്കെ, അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആയിരുന്നു ഏത്? അമേരിക്ക. ഇനി യൂണിറ്ററി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെൻട്രൽ ഗവൺമെൻറ്റിന് കൂടുതൽ അധികാരമുള്ള മേഖലയെ നമ്മൾ വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് മാത്രം അധികാരമുള്ളതാണ് ഇത് യൂണിറ്ററി എന്ന് വിളിക്കുന്നത്. ഇനി ചോദിക്കാം, ഇന്ത്യ ഫെഡറൽ ആണോ യൂണിറ്ററി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു രണ്ടിൻ്റെ ഫീച്ചേഴ്സും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ത്യയെ വിശേഷിപ്പിക്കുന്ന പേരാണ് എന്താണ്? ക്വാസി ഫെഡറൽ. ഓക്കെ, നമ്മൾ ഇന്ത്യ എന്തുവല്ല വിശേഷിപ്പിക്കുന്നത്? ക്വാസി ഫെഡറൽ. ഒരേ സമയം ഫെഡറൽ ഫീച്ചേഴ്സും ഒരേ സമയം യൂണിറ്ററി ഫീച്ചേഴ്സുമുള്ള രാജ്യമാണ് ഏത് എന്ന് വിളിക്കുന്നത്? ഇന്ത്യ എന്ന് വിളിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കും. ഒരേ സമയം എന്താണ്? ഫെഡറൽ ഫീച്ചേഴ്സും ഉണ്ട്, ഒരേ സമയം യൂണിറ്ററി ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ അംബേദ്കർ ഇന്ത്യയെ വിശേഷിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കോപ്പറേറ്റീവ് ഫെഡറലിസം എന്നാണ്. എന്താണ് ഇന്ത്യ അംബേദ്കർ വിശേഷിപ്പിക്കുന്നത്? എന്താണ്? കോപ്പറേറ്റീവ് ഫെഡറലിസമാണ്. അല്ലാണ്ട് ഒരിക്കലും നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഫെഡറൽ മാത്രമാണ് എന്ന് പറയാൻ പറ്റില്ല, യൂണിറ്ററി മാത്രമാണ് എന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? പറയാൻ സാധിക്കില്ല. ക്ലിയർ? ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ്? ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ദ ടേം ഫെഡറൽ. എവിടെയാണ് ഫെഡറൽ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ്. ഓപ്ഷൻ എ, ഫിഗേഴ്സ് ഇൻ ദ പ്രിയാമ്പിൾ. ഓപ്ഷൻ ബി, ഫിഗേഴ്സ് ഇൻ ദ പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പാർട്ട് 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് അല്ലേ? എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് ഇത്, പാർട്ട് 3. ആൻഡ് ഫിഗേഴ്സ് ഇൻ ദ ആർട്ടിക്കിൾ 368. ആർട്ടിക്കിൾ 368 നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? അമെൻമെൻറ്റ് പ്രൊസീജിയർ ആണ് അല്ലേ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അമെൻമെൻറ്റ്, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ഭേദഗതി ചെയ്യണം എന്നുള്ളതാണ് ആർട്ടിക്കിൾ 368 പറയുന്നത്. ആൻഡ് ഡസ് നോട്ട് ഫിഗർ എനിവർ, എവിടെയും പറഞ്ഞിട്ടില്ല. ഇതിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഡസ് നോട്ട് ഫിഗർ എനിവർ. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും ഏത് ഉപയോഗിച്ചിട്ടില്ല? ഫെഡറൽ എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചതായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ എന്താണ് ഉത്തരം? ഡസ് നോട്ട് ഫിഗർ എനിവെയർ എന്നുള്ളതാണ്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ടേം ഫെഡറൽ ഇംപ്ലൈ? ഓക്കെ, എന്താണ് ഫെഡറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, എന്താണ് ഫെഡറേഷൻ? നമ്മൾ പറഞ്ഞു സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒരുപോലെ അധികാരമുണ്ട് എന്നാണ്. അപ്പോൾ അതിന് കൃത്യമായി വരുന്ന ഒരു വാക്ക് ഏതായിരിക്കും? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസിൽ ഏതൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഒന്ന്, ഓപ്ഷൻ എ എന്താണ് പറയുന്നത്? ഫ്യൂഷൻ ഓഫ് പവേഴ്സ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ബി എന്താണ് പറയുന്നത്? സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി എന്താണ് പറയുന്നത്? ഡിവിഷൻ ഓഫ് പവേഴ്സ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ഡി എന്താണ് പറയുന്നത്? ഡിവാലുവേഷൻ ഓഫ് പവേഴ്സ് എന്നാണ് പറയുന്നത്. ഇതിൽ കറക്റ്റായ ഉത്തരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഡിവിഷൻ ഓഫ് പവേഴ്സ് ആണ്. നമ്മൾ പറഞ്ഞു 3 ലിസ്റ്റുകളായി തരംതിരിക്കുന്ന ഏതൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് അല്ലേ? ഇനി വേറൊരു ലിസ്റ്റും കൂടി ഉണ്ടാകും. നമ്മൾ പറഞ്ഞു റെസിജ്വറി പവേഴ്സ് ആണ്. അതിന് ആർക്കാണ് അധികാരം? ഇന്ത്യൻ പാർലമെൻറ്റിനാണ്. ഇനി ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് പഠിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും, ട്വിസ്റ്റിംഗ് വരും. സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ആണോ അതോ ഡിവിഷൻ ഓഫ് പവേഴ്സ് ആണോ എന്ന് ശ്രദ്ധിക്കുക. സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് വിളിക്കുന്ന മറ്റൊരു കൺസെപ്റ്റാണ്. ഇതിൻ്റെ ഉത്തരം എന്താണ്? ഡിവിഷൻ ഓഫ് പവേഴ്സ് ആണ്. സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇന്ത്യയിൽ പ്രധാനമായിട്ടും 3 സ്ഥാപനങ്ങളുണ്ട്.
ഏതൊക്കെയാണ്? ഒന്ന് ലെജിസ്ലേച്ചർ. ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ പാർലമെൻറ്റാണ്. അതായത് നിയമങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ലെജിസ്ലേച്ചർ. രണ്ടാമത്തെ എക്സിക്യൂട്ടീവാണ്. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെയാണ്, മന്ത്രിമാരൊക്കെയാണ്, ഈ നിയമങ്ങളെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നവരാണ്. പിന്നെ വരുന്ന മൂന്നാമത്തെ വിഭാഗമാണ് ഇത് ജുഡീഷ്യറി എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്ന മൂന്നാമത്തെ വിഭാഗമാണ് ഇത് ജുഡീഷ്യറി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ജുഡീഷ്യറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലെജിസ്ലേച്ചർ ഉണ്ടാക്കിയ നിയമങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുന്ന സംവിധാനമാണ് ജുഡീഷ്യറി. ഫോർ എക്സാമ്പിൾ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ലെജിസ്ലേച്ചറിൽ നിയമങ്ങൾ ഉണ്ടാക്കും. ആ നിയമങ്ങൾ ആര് ഇംപ്ലിമെൻ്റ് ചെയ്യും? എക്സിക്യൂട്ടീവ് ഇംപ്ലിമെൻ്റ് ചെയ്യും. എക്സിക്യൂട്ടീവ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന നിയമങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് ആര് പരിശോധിക്കും? ജുഡീഷ്യറി പരിശോധിക്കും. തെറ്റാണെങ്കിൽ എന്ത് ചെയ്യാം? അതിനെ ജുഡീഷ്യറിക്ക് വേണ്ട എന്ന് വയ്ക്കാം. ഇനി ജുഡീഷ്യറി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് എന്നുണ്ടെങ്കിൽ ആ ജഡ്ജ്മെൻറ്റിനെതിരെ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാൻ ആർക്ക് അധികാരമുണ്ട്? ലെജിസ്ലേച്ചറിന് അധികാരമുണ്ട്. അതായത് ഈ മൂന്ന് പേർക്കും അധികാരം ഏകദേശം എന്താണ്? ഒരുപോലെയാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. ഇത് മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. എന്താണ്? ചെക്ക് ആൻഡ് ബാലൻസ്. എന്താണ്? ചെക്ക് ആൻഡ് ബാലൻസ് എന്നുള്ള പേരിലും എന്ത് ചെയ്യുന്നുണ്ട്? ഇതറിയപ്പെടുന്നുണ്ട്. അതുമല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവേഴ്സ്. എന്താണ്? ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവേഴ്സ് എന്നുള്ള പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതാണ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. ഞാൻ എന്താണ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ശരിയായ ഉത്തരം എന്താണ്? ഡിവിഷൻ ഓഫ് പവേഴ്സ് എന്നുള്ളതാണ് എന്താണ് നമ്മുടെ ശരിയായ ഉത്തരം. അതായത് എന്താണ് ഡിവിഷൻ ഓഫ് പവേഴ്സ്? നമ്മൾ പറഞ്ഞു അധികാരങ്ങളെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? വിഭജിക്കുന്നു. ഇന്ത്യയിൽ പ്രധാനമായിട്ടും 3 ലിസ്റ്റുകളാണല്ലോ. ഇതൊക്കെയാണ് യൂണിയൻ ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാരം ആർക്കാണ്? ഇന്ത്യൻ പാർലമെൻറ്റിനാണ്. രണ്ടാമത് വരുന്നതാണ് ഇത് സ്റ്റേറ്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ അധികാരം ആർക്കാണ്? സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനാണ്. ആൻഡ് മൂന്നാമത് വരുന്നതാണ് ഇത് കൺകറൻറ്റ് ലിസ്റ്റ്. കൺകറൻറ്റ് ലിസ്റ്റിൻ്റെ പൂർണ്ണമായ അധികാരം ആർക്കാണ്? പാർലമെൻറ്റിനും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ്? അറ്റ് ദ സെയിം ടൈം ആർക്കും ഉണ്ടായിരിക്കും? സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും എന്താണ്? ഉണ്ടായിരിക്കും. ഓക്കെ, രണ്ടുപേർക്കും എന്താണ്? ഒരുപോലെ എന്താണ്? അധികാരങ്ങൾ ഉണ്ടായിരിക്കും. ഇതാണ് കൺകറൻറ്റ് ലിസ്റ്റ്. അപ്പോൾ ഇതിൽ കൃത്യമായ ഉത്തരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഡിവിഷൻ ഓഫ് പവേഴ്സ് ആണ് ഇതിലേത് ശരിയായ ആൻസർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അണ്ടർ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദ റെസിഡ്യൂറി പവേഴ്സ് ആർ വെസ്റ്റഡ് ഇൻ ദ. അല്ലേ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ സാധനമാണ്. യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകറൻറ്റ് ലിസ്റ്റിലും പെടാത്ത കാര്യങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് റെസിഡ്യൂറി പവേഴ്സ്. ഈ റെസിഡ്യൂറി പവേഴ്സ് ആർക്കാണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ എക്സിക്യൂട്ടീവ്, ഓപ്ഷൻ ബി ജുഡീഷ്യറി, ഓപ്ഷൻ സി പാർലമെൻറ്റ്, ഓപ്ഷൻ ഡി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. സംശയം എന്തല്ല, ഒരു സംശയം വേണ്ടെന്നാണ് പാർലമെൻറ്റാണ്. ഇനി വേണമെങ്കിൽ ചോദിക്കാം, എന്താണ് ഈ റെസിഡ്യൂറി പവേഴ്സിന് എക്സാമ്പിൾ? ഫോർ എക്സാമ്പിൾ, റെസിഡ്യൂറി പവേഴ്സിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഇത് സൈബർ ലോസ്. ഓക്കെ, എന്താണ്? സൈബർ ലോസ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയത്ത് യൂണിയൻ ലിസ്റ്റിലോ സ്റ്റേറ്റ് ലിസ്റ്റിലോ കൺകറൻറ്റ് ലിസ്റ്റിലോ എന്തിനെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല? സൈബർ ലോസിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ല. സോ പിന്നീട് എന്താണ് 2000 നമുക്കറിയാം ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് പാസ്സാക്കിയല്ലേ. 2000 നമ്മൾ എന്ത് പാസ്സാക്കുന്നത്? ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് 2000 പാസ്സാക്കുന്നത്. ഇനി ഈ നിയമം പാസ്സാക്കിയത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരായിരുന്നു? പാർലമെൻ്റ് ആയിരുന്നു. കാരണം ഇത് എവിടെയാണ് വരുന്നത്? റെസിഡ്യൂറി പവേഴ്സിലാണ് വരുന്നത്. അങ്ങനെ റെസിഡ്യൂറി പവേഴ്സിൽ വരുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ അധികാരം ആർക്കായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കായിരിക്കും? ഇന്ത്യൻ പാർലമെൻറ്റിനായിരിക്കും. സോ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. എന്താണ്? പാർലമെൻറ്റാണ് ഇവിടെ ഏത് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് വൺ, ദ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എന്നുള്ളതാണ്. ഫെഡറൽ ഇൻ ഫോം ആൻഡ് യൂണിറ്ററി ഇൻ സ്പിരിറ്റ് ആണോ, അതോ യൂണിറ്ററി ആണോ, അതോ യൂണിറ്ററി ഇൻ ഫോം ആൻഡ് ഫെഡറൽ ഇൻ സ്പിരിറ്റ് ആണോ, പ്യുവർ ഫെഡറൽ ആണോ? നമ്മൾ പറഞ്ഞു സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഒരേപോലെ അധികാരമുണ്ട്. പക്ഷേ എമർജൻസി ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? അധികാരം സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് പോകും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? ഫെഡറൽ ഇൻ ഫോം ആൻഡ് യൂണിറ്ററി ഇൻ സ്പിരിറ്റ് എന്നാണ്. ഏതാണ് കറക്റ്റായ ഉത്തരം? ഫെഡറൽ ഇൻ ഫോം ആൻഡ് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്. ഇതാണ് ശരിയായ ഉത്തരം എന്ന് വിളിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കണ്ടെയ്ൻസ് ദ 3 ലിസ്റ്റ് ദാറ്റ് ഡിവൈഡ് പവേഴ്സ് ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്? നമ്മൾ പറഞ്ഞു യൂണിയൻ ലിസ്റ്റുണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റുണ്ട്, കൺകറൻറ്റ് ലിസ്റ്റ്. ഇത് ഏത് ഷെഡ്യൂളിലാണ് വരുന്നത് എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? 5th ഷെഡ്യൂൾ, 6th ഷെഡ്യൂൾ,
7th ഷെഡ്യൂൾ ആൻഡ് 8th ഷെഡ്യൂൾ. ഇതിലെ ശരിയായ ഉത്തരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? 7th ഷെഡ്യൂളാണ്. ഏതാണ് ഇതിലെ ശരിയായ ഉത്തരം എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ ശരിയായ ഉത്തരം ഏതാണ്? 7th ഷെഡ്യൂളാണ്. അപ്പോൾ ഇതൊക്കെയാണ് എന്താണ് ഫെഡറൽ ആൻഡ് യൂണിറ്ററി ഫീച്ചേഴ്സുമായിട്ട് എന്താണ് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അപ്പോൾ മനസ്സിലാക്കി വയ്ക്കുക, ഇന്ത്യ പൂർണ്ണമായിട്ടും എന്തല്ല ഫെഡറൽ അല്ല, അതേപോലെ ഇന്ത്യ പൂർണ്ണമായിട്ടും എന്തല്ല യൂണിറ്ററിയും അല്ല. ഇത് രണ്ടും കൂടിയും ചേർന്നതാണ് ഇത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. നമുക്ക് ഇന്ത്യയെ വളരെ സിമ്പിളായിട്ട് എന്ത് പേരിൽ വിളിക്കാം? ഇറ്റ്സ് എ ക്വാസി ഫെഡറൽ ഗവൺമെൻറ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യാൻ വിളിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ക്ലിയർ? താങ്ക് യു.